ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചെന്ന് NTA സുപ്രീം കോടതിയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എതിരായ ഹർജികളിൽ NTA സത്യവാങ്മൂലം സമർപ്പിച്ചു. പരീക്ഷയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരെന്നും NTA. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. റഷീദ്, എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിലെ NTA പറയുന്നത്? കഴിഞ്ഞ ആഴ്ച നൽകിയിട്ടുള്ള നോട്ടീസിനാണ് ഇപ്പോൾ NTA സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ NTA പ്രധാനമായും വിശദീകരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. പരീക്ഷയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിൽ NTA നിലവിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യമാണ് ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും NTA ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് NTAയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും നേരെ ഉണ്ടായത്. അതായത് നേരത്തെ തന്നെയും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാവുകയും അതിനെ തുടർന്ന് നിരവധി കേസുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടും പാഠം പഠിച്ചില്ല എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസ് അടുത്തയാഴ്ചയായിരിക്കും ഇനി പരിഗണിക്കുക എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. നിലവിൽ ഈ നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 13 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. NTAയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകളിൽ പറഞ്ഞു വെച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരെ അടക്കം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരു നീക്കം കൂടിയും ഇപ്പോൾ CBIയുടെ ഭാഗത്ത് നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പരീക്ഷ പേപ്പർ ചോർച്ച തടയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം NTA സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്.